ഇതൊക്കെ നീ തന്നെ എടുത്ത് തലയിൽ വെച്ചല്ലേ വേദാന്ത് മേനോനെ. ഇനി അനുഭവിച്ചോ. എന്താ പറഞ്ഞേ? കേട്ടില്ല. കുർത്ത തരാൻ പറഞ്ഞതാ. ആ അമൂല്യ, എന്താ കളച്ചെറുക്ക? എല്ലാ റൊമാൻറ്റിക് മൂഡും പൊളിച്ച് അതിനെ കോമഡി ആക്കി മാറ്റാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഒന്ന് നിന്നേ, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഹെയർ സ്റ്റൈൽ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. നീ ഇതിനെ മുടി കെട്ടി വെച്ചേക്കുന്നേ. എല്ലാം എന്റെ തലവിധി. വാട്ട്? ഇന്നലെ നീയല്ലേ പറഞ്ഞേ മുടി അഴിച്ചിട്ട പെൺകുട്ടികളെ കാണാൻ ഒരു രസമില്ലെന്ന്? അതുകൊണ്ടാ ചുമ്മാ വഴക്കുണ്ടാക്കണ്ടല്ലോ ഓർത്ത് കെട്ടിവെച്ചത്. മുടി അഴിച്ചിട്ട പെൺകുട്ടികളെ കാണാൻ വലിയ ഭംഗിയാന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്? ഇന്നലെ മാത്രമല്ല, ഇന്നും അത് തന്നെയാ പറയുന്നത്. പെൺകുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടി അഴിച്ചിട്ട് വന്നാ കാണാൻ വിശ്വസുന്ദരിയെ പോലെ ഉണ്ടായിരിക്കുമെന്നാ കവികള് വർണ്ണിച്ചെഴുതാറുള്ളത്. അതെയല്ലേ? പക്ഷെ ഞാനങ്ങനെ വായിച്ചിട്ടില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വായിച്ചു കാണും. പക്ഷെ നിങ്ങളുടെ ബിസിനസിന്റെ ഇടയ്ക്ക് ചിലപ്പോ അത് ഫീൽ ചെയ്ത് കാണില്ല. അന്ന് നിങ്ങൾ വേദാന്ത് വിചിത്രനല്ലായിരുന്നോ? റൊമാൻസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസിൽ വരുന്നതല്ലേ? എന്തേ ചെയ്യുന്നേ? ഞാൻ തമാശ പറഞ്ഞില്ലേ? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? അതെ ആരതി ചേച്ചി, ഈ പാവയ്ക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ. എന്തൊരു കുറവ്? എന്റെ ജീവിതത്തിൽ നല്ലോണം നന്നായിട്ടുണ്ട്. അയ്യോ അങ്ങനെ അല്ലടി, ഇത്രയൊക്കെ ഒരുക്കിയിട്ടും എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു. മിസ്സിങ്ങോ? എന്ത് മിസ്സിങ്? അയ്യോ ചേച്ചി, എന്തോ കുറവുണ്ട്, ഇനി എന്തൊക്കെയോ വേണമെന്ന് പറയുന്നവർക്ക് അതെന്താന്ന് പറയാൻ അറിയില്ല. അതുകൊണ്ട് അവര് ഇനിയും എന്തൊക്കെയോ വേണോന്ന് പറഞ്ഞ് നിർത്തും. മേക്കപ്പ് കഴിഞ്ഞോണ്ടാ ഞാൻ സംതിങ് ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞേ. അതെന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്തായി ചെയ്യുന്നത്? എന്തിനാ എന്റെ മുടി അഴിച്ചിട്ടത്? അത് ഇത്ര വൈൽഡായിട്ട്? എനിക്കിപ്പൊ തന്നെ എന്റെ സുന്ദരിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. നീ പറഞ്ഞ സത്യമാണ്. പെൺകുട്ടികൾക്ക് ഓപ്പൺ ഹെയർ ആണ് ഭംഗി. നിനക്കും എന്നെ സ്യൂട്ടബിൾ. എന്ന് വെച്ചാ ഞാൻ ഇനി മുടി കെട്ടണ്ടെന്നാണോ? യൂഷ്വലി ഒരാളുള്ള പോലെ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ കഷ്ടമാണ്.
അത് മാത്രമല്ല, നമ്മൾ അവരുമായിട്ട് അടുപ്പത്തിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെയേ പാടുള്ളൂ, നിന്റെ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റുന്നു അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും തുടങ്ങും. പക്ഷെ ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് മറ്റുള്ളവരെ പോലെ ആവാൻ താല്പര്യമില്ല. ലോകത്തിൽ എല്ലാവരും വേറെ വേറെ പോലെ ആയതുകൊണ്ടാണ് ഈ ലോകം ഇത്രയും ഭംഗിയായിട്ടുള്ളത്. എന്റെ പെരുമാറ്റത്തിൽ എനിക്ക് തീരെ കംപ്ലൈൻസ് ഒന്നുമില്ല. പക്ഷെ എന്റെ ചുറ്റുമുള്ള ജനങ്ങൾ എന്നെ ദേഷ്യക്കാരനെന്നും അഹങ്കാരി എന്നും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവനെന്നൊക്കെ പറയും. പക്ഷെ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ചെയ്യാൻ പാടൂ എന്നൊന്നും പറഞ്ഞിട്ടേയില്ല. എല്ലാവരിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഒരാൾ എങ്ങനെയാണോ അയാൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഐഡിയോളജി, ലൈഫ് സ്റ്റൈൽ ബിലീഫ്സ് എല്ലാം. നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഡിഫറൻസിനെ അതേപോലെ അംഗീകരിക്കാൻ പഠിച്ചിരിക്കണം. അതല്ലാതെ വ്യക്തിപരമായി വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല. നീ എന്നെ ഞാനായി അംഗീകരിച്ച സ്ഥിതിക്ക് ഞാനും നിന്റെ സ്വഭാവം മാറ്റാൻ പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ സന്ദർഭങ്ങളിലും നീ നീയായിട്ടിരിക്കണം. നിന്റെ മുഖമല്ല, നിന്റെ സ്വഭാവം എനിക്കിഷ്ടം. നിന്റെ സോളാണ് എനിക്കിഷ്ടം. നീ മാറാൻ പാടില്ല. നീ നീയായിട്ട് തന്നെ ഇരിക്കണം. എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമേ. ശിവ ശിവ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ? എന്നോട് പൊറുക്കണേ ദൈവമേ. എടോ സുമേഷ്, ഡോറിൽ തട്ടിയിട്ട് വന്നൂടെ എനിക്ക്? ഇത്രയും രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ആരറിഞ്ഞു ബോ? എടോ സുമേഷ്, വായി തോന്നി വിളിച്ചു പറയണോ വന്നേ? ലവ് ബേർഡ്സ് ഒരേ വീട്ടിലുണ്ടെങ്കിൽ എന്നെ പോലുള്ള ബാച്ചിലേഴ്സ് ഒക്കെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ ജനലും വാതിലും മുട്ടി വിളിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് മനസ്സിലായി ബോസ്. ഷട്ട് അപ്പ് സുമേഷ്, ഹോൾഡ് യുവർ ടങ്. സുമേഷ്, തനിക്കിപ്പോ എല്ലാം അറിയാലോ. എല്ലാം തന്റെ മനസ്സിൽ മാത്രം വെച്ചാ മതി. നാശം. അല്ല, എന്റെ ബോസിനെ സിംഗിൾ ആയിരുന്നപ്പോഴും മനസ്സിലായിരുന്നില്ല, ഇപ്പൊ മിംഗിൾ ആയപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവര് രണ്ടുപേരും ലവ് ആവുന്നതിന് ഞാൻ എന്തിനു സൂക്ഷിക്കണമെന്നാ പറയുന്നേ? അല്ല, ഞാനായോണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നതെങ്കിൽ എന്റെ പഴഞ്ഞ മുരുക ഇവർ രണ്ടുപേരുടെ സീക്രട്ട് നിലനിർത്തി എന്റെ ജീവനെ നിലനിർത്തി തരണേ. എക്സാക്ട്ലി, ഇതാ ആക്ച്വലി നന്നായിട്ടുള്ളത്. ഇപ്പൊ എല്ലാം ശരിയായി. എത്ര സുന്ദരിയായി നോക്ക്. ഇവള് പറയുന്നത് ശരിയാ മോളെ. ഇന്ന് നിന്നെ കാണാൻ ഒരു പാവക്കുട്ടിയെ പോലെയുണ്ട്, അറിയോ? ഓ ചേച്ചി, എനിക്ക് നാണം വരുന്നു. എടി പാറക്കഴുത്, നിനക്ക് നാണമൊക്കെ വരുന്നുണ്ടോ? എനിക്കിപ്പഴാ സമാധാനമായത്. അതെന്താ? ഇത്രയും ദിവസം നീ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ചെറിയ കുട്ടികളെ പോലെ കൊഞ്ചി കൊഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നില്ലേ? ഇനി അങ്ങനൊന്നും നടക്കാൻ പാടില്ല. നോക്ക് ചേച്ചി, ഇവള് ഇനി കുറച്ച് അടക്കോ ഒതുക്കോ നാണോ ഒക്കെ വേണം. നോക്ക് ചേച്ചി. പിന്നെ അതിഥി, ഇന്ന് ഇവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാ. നീ ഒന്ന് വെറുതെ ഇരുന്നേ. എങ്ങനുണ്ട് പ്രേമി നമ്മുടെ കുട്ടി? ഒരു രാജകുമാരിയെ പോലെ ഒരുക്കിയിട്ടില്ലേ? എണീക്ക് മോളെ. എന്റെ മകൾ ഇത്രയും വലുതായെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. എന്റെ കണ്ണു നട്ടു എന്റെ മകൾക്ക്. എന്റെ പൊന്നാര മോള്. എന്റെ 4 പെൺമക്കളും ഒരേപോലെ തന്നെ ആയല്ലോ. തോളോടൊപ്പം തന്നെ വളർന്നു. ശരിക്കും നോക്കിയിട്ട് പറയൂ പ്രേമി, അമ്മയേക്കാൾ ഉയരമുണ്ട് ഇവക്ക്. ഞാൻ എത്ര ഉയരത്തിൽ വളർന്നാലും അമ്മയുടെ കണ്ണിൽ ഞാൻ എന്നും കുഞ്ഞായിരിക്കും. എന്റെ പൊന്നാരി. എടി ചേച്ചി, ഈ ചെറിയ ഗ്യാപ്പിൽ ഇവൾ അമ്മയെ കയ്യിലെടുത്തു. കെട്ടിപ്പിടിച്ചോ. എന്റെ സുന്ദരി വിളിച്ചില്ലല്ലോ.
ഒന്ന് വിളിച്ചു നോക്കാം. ഹായ് ആദ്യ ഡാർലിംഗ്. ഹായ്. അല്ല, നീ എവിടെയാ? പിന്നെ വിക്കയും കണ്ടില്ലല്ലോ. നിങ്ങൾ എപ്പോഴാ വരുന്നത്? ചെറിയമ്മ ഇപ്പൊ തന്നെ എന്നോട് ഒരുപാട് തവണ നിങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞു. സോറി സിദ്ധാർത്ഥ്, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല. വരുന്നില്ലെന്നോ? അതിനിപ്പോ എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ അമ്മ അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞു. പോകണ്ടാന്നോ? എന്തിന്? അവിടെ പോയി നീ വയറ് കേടാക്കി വരേണ്ട കാര്യമില്ല, പോയി റെസ്റ്റ് എടുക്ക്, അതാണ് നിനക്ക് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് തീർത്തു പറഞ്ഞു. ഇവിടെ വന്നാൽ എങ്ങനെ വയറ് കേടാവുന്നത്? അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആദ്യ? അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അത് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? പിന്നെ ഞാൻ അമ്മയോട് വഴക്കിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ വരണ്ടെന്ന് ഡിസൈഡ് ചെയ്തത് തന്നെ. ശരി ശരി, എവിടെങ്കിലും ഒരു ഭാഗത്ത് അഡ്ജസ്റ്റ് ആയാലേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സിദ്ധാർത്ഥ്. ചെറിയമ്മ എന്ത് കരുതുവോ? അവർക്ക് ഒരുപാട് വിഷമാവൂലേ? ഡോണ്ട് വെറി, നിന്റെ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ചെറിയമ്മയെ സമാധാനിപ്പിച്ചോളാം. അതൊക്കെ പോട്ടെ, നിന്റെ ചേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല സിദ്ധാർത്ഥ്. അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവനെന്താ ഇങ്ങോട്ട് വരുന്നില്ലേ? ഏയ്, അങ്ങനൊന്നും പറഞ്ഞില്ല. ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ട് അത്രേ, മിക്കവാറും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായോ? ഇന്നലെ നിന്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അവനോട് കാര്യം പറഞ്ഞ്. ഓഫീസിലെ വർക്കാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. ഫംഗ്ഷൻ ഇങ്ങനെ മിസ്സാക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എന്താ അവന്റെ കുഴപ്പം? അതൊന്നും എനിക്ക് അറിയില്ല സിദ്ധാർത്ഥ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഉണ്ട്, പ്രഷർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാടിക്കടിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആദ്യ എനിക്ക് ശരിക്കും സംശയം തോന്നുന്നുണ്ട്. സത്യം പറയണം, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നീയും വിക്കും എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് സോറി സിദ്ധാർത്ഥ്. അമ്മ പോണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കുറച്ച് മൂഡ് അപ്സെറ്റ് ആയി, അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ നിങ്ങളെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. then okay, take care. ഓക്കെ, ടേക്ക് കെയർ. എല്ലാം സെറ്റായി എന്നാ തോന്നുന്നത്. വരുവച്ച ഇത് നോക്ക്, എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്രയല്ലേ അറേഞ്ച്മെന്റ്സ് ഉള്ളൂ, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അയ്യോ, ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ തന്നെയാ പ്രമയോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ റിട്ടയർ ആയില്ലേ, ഇനി എന്റെ വാക്ക് ആര് കേൾക്കാനാ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ആണുങ്ങൾക്ക് കാര്യമൊന്നുമില്ല. ചെറിയച്ചാ, വെറുതെ പെണ്ണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. പിന്നെ നമുക്കിവിടെ ആർക്കും സമാധാനം കിട്ടില്ല. ആണോ? എന്റെ മോൾ അത്രയൊക്കെ സംസാരിക്കോ? അയ്യോ, അത് പ്രത്യേകം പറയണോ? ഇന്നലെ രാത്രി ഇവളുടെ പ്രസംഗം കേട്ടിട്ടേ എല്ലാവരും ഇരുന്നിടത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് ഈ ആണുങ്ങൾ പെണ്ണുങ്ങളിൽ നിന്നുള്ള ഒരു ഡിഫറൻസിയേഷനും ഇല്ല. നമുക്കിപ്പോ എന്താ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കാനായിട്ട് ഒരു ഒക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. ജോലി എത്ര പെട്ടെന്ന് കഴിഞ്ഞാലും നല്ലതല്ലേ? കണ്ടില്ലേ, ഇവള് വീണ്ടും തുടങ്ങി. ഹായ്, ആഹാ. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രണയിക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. അതുകൊണ്ട് തന്നെ എന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം എന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ചിന്തിക്കാൻ എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ എനിക്കും പ്രണയം ഉണ്ടായി. എനിക്ക് ബോയ് ഫ്രണ്ടായിട്ട് കിട്ടിയ ആള് ഇത്ര ക്യൂട്ടായിട്ട്, ഇത്ര ഹാൻസമായി, ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വളരെ ലക്കിയ. എന്റെ ചെക്കൻ എത്ര സുന്ദരന്, കണ്ട കടിക്കാനാ തോന്നുന്നേ. കടിക്കലെന്തായാലും നടക്കില്ല, ഒരു ഉമ്മയെങ്കിലും കൊടുക്കണം.
ആ